ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വീടുകളിൽ കോഴിയൊക്കെ വളർത്തുന്നവർക്കായിട്ടുള്ള ഒരു നല്ല ടിപ്പായിട്ടാണ്. ഒരു പക്ഷേ ഒട്ടേറെ പേർക്ക് അറിയുമായിരിക്കും, എങ്കിലും പുതിയതായിട്ട് കോഴി വളർത്തൽ തുടങ്ങുന്നവർക്ക് ഇപ്പോൾ ഒരുപാട് പേര് ഹോം ബേസ്ഡായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 3-4 കോഴികളില്ലാത്ത വീടുകളില്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പരിചരണം അറിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കോഴികൾ എല്ലാ ദിവസവും മുട്ടയിടുന്ന പറയാം, പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും മുട്ടയിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇല്ല വല്ലപ്പോഴും മുട്ടയിടുള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മുട്ടയിട്ട് നല്ല ക്വാണ്ടിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല വലിയ മുട്ടകൾ കിട്ടാനായിട്ട് കോഴികളുടെ ഭക്ഷണ രീതിയിലും അതുപോലെ അവരുടെ പരിചരണത്തിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ട് അവയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തോടൊപ്പം തന്നെ ചില ഇലകൾ കഴിപ്പിച്ചാൽ നന്നായി മുട്ടയിടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല. ഇതിൻ്റെ തളിരിലകൾ കോഴികൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കോഴികൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും ഇലകളൊക്കെ കൊത്തി തിന്ന് കാണാം, പക്ഷേ എല്ലാ ഇലകളിലും ഈ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ ഇലകളിലും അവയ്ക്ക് കിട്ടേണ്ട വൈറ്റമിൻസും പ്രോട്ടീൻസും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല വളരെ നല്ലതാണ്. അതിൻ്റെ തളിരിലകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കോഴിയുടെ ഭക്ഷണത്തോടൊപ്പം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് കൊത്തിപ്പിക്കുകയോ ചെയ്യാം. കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അത് കൊത്തി തിന്നോളും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മുട്ടയിടാനായിട്ട് നല്ലതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ പപ്പായയുടെ ഇലയാണ്. ഇതിനും അതേ തരത്തിലുള്ളൊരു ഗുണങ്ങളുണ്ട് പപ്പായയുടെ ഇലയ്ക്കും. പപ്പായയുടെ ഇലയും ഒരുപാട് മൂക്കാത്ത ഇല എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കോഴികൾക്ക് തീറ്റയോടൊപ്പം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ കോഴികളുടെ എന്താ പറയുക, അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അവർക്ക് വേണം, എങ്കിൽ മാത്രമേ അവർ നല്ല മുട്ടയിട്ടിട്ട് നമുക്ക് തരുള്ളൂ. ഇനി മൂന്നാമതായിട്ടുള്ളത് മുരിങ്ങയിലയാണ്. ഇതും കോഴികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഇലയായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നീരിടിച്ച് പിഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇലയായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്താൽ കോഴികൾ കൊത്തിത്തിന്നോളും. ഇതൊക്കെ പറയുന്നത് വലിയ അളവിലല്ല കേട്ടോ, ചെറിയൊരു അളവിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് തന്നെ വാക്സിനേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഗ്രെയിൻസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ കണ്ടൻസ് ഒന്ന് കുറഞ്ഞു കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിന് കൂടുതൽ പ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും. നമ്മൾക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നല്ല മുട്ട നമുക്ക് നല്ല വലിപ്പമുള്ളതും അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ളതുമായിട്ടുള്ള കോഴിമുട്ട എല്ലാ ദിവസവും ഇട്ടുതരാനായിട്ട് കോഴികൾക്ക് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വാക്സിൻ എടുക്കണ കാര്യം പറഞ്ഞു. പിന്നെ കോഴികൾക്കും അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗാർലിക്, ജിഞ്ചർ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കോഴിമുട്ടയുടെ തൊണ്ട് തന്നെ പൊടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. താങ്ക്